ഹായ്, എല്ലാവർക്കും PSC വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മാർച്ച് 2023 കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തുടർച്ചയായ ഭൂചലനത്തെ തുടർന്ന് 2023 നവംബറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഐസ്ലാൻഡ്. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11, ലോക പ്രമേഹ ദിനം നവംബർ 14. അന്നാണ് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനവും. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് മിത്രശക്തി 2023? മിത്രശക്തി 2023 എന്ന് പറയുന്നത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഉള്ള സൈനിക അഭ്യാസമായിരുന്നു. അതിൻ്റെ വേദി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ പൂനെ ആയിരുന്നു. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11, ലോക പ്രമേഹ ദിനം നവംബർ 14. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു മിത്രശക്തി 2023. അതിൻ്റെ വേദി പൂനെ ആയിരുന്നു. അടുത്തതായി, മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി മാലിന്യ സംസ്കരണത്തിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാൻ രൂപം നൽകിയ സംവിധാനമാണ് ഹരിതസഭ. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി മാലിന്യ സംസ്കരണത്തിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ രൂപം നൽകിയ സംവിധാനമാണ് ഹരിതസഭ. കേരളത്തിൽ ആദ്യമായി ഹെലി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് കൊച്ചിയിലാണ്. 2023 സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് തൃശ്ശൂരായിരുന്നു. വേദി കളമശ്ശേരി. 2023 സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൻ്റെ ജേതാക്കൾ തൃശ്ശൂർ, വേദി കളമശ്ശേരി. 2023 നവംബറിൽ അന്തരിച്ച നാസയുടെ ദൗത്യമായ അപ്പോളോയുടെ ഭാഗമായ ബഹിരാകാശ സഞ്ചാരി ഫ്രാങ്ക് ബോർമാൻ. 2023 നവംബറിൽ അന്തരിച്ച നാസയുടെ ദൗത്യമായ അപ്പോളോയുടെ ഭാഗമായ ബഹിരാകാശ സഞ്ചാരിയായിരുന്നു ഫ്രാങ്ക് ബോർമാൻ. 9ാമത്തെ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയായ നഗരം ഹരിയാന, ഫരീദാബാദ്. ഹരിയാനയിലെ ഫരീദാബാദാണ് 9ാമത്തെ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയായ ഇന്ത്യൻ നഗരം. ലോക ശാസ്ത്ര ദിനം നവംബർ 10. ലോക അത്ലറ്റിക്സ് സംഘടനയുടെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അന്തിമ പട്ടികയിൽ ഇടം നേടിയത് നീരജ് ചോപ്ര. ലോക അത്ലറ്റിക്സ് സംഘടനയുടെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അന്തിമ പട്ടികയിൽ ഇടം നേടിയ ജാവലിൻ ത്രോ താരമായ നീരജ് ചോപ്ര. കേരളത്തിൽ നിന്നും കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്ന ആദ്യത്തെ പട്ടികജാതി വനിതയാണ് സങ്കീർത്തന ദിനേശ്. കേരളത്തിൽ നിന്നും കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്ന ആദ്യത്തെ പട്ടികജാതി വനിത സങ്കീർത്തന ദിനേശ്. രാജ്യത്തെ 4700 നഗരസഭകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം വികസിപ്പിച്ച പോർട്ടലാണ് ഐന പോർട്ടൽ. എന്താണ്? രാജ്യത്തെ 4700 നഗരസഭകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം വികസിപ്പിച്ച പോർട്ടലാണ് ഐന പോർട്ടൽ. 2023 നവംബറിൽ ഏത് രാജ്യത്തെ ക്രിക്കറ്റ് ബോർഡിൻ്റെ അംഗത്വമാണ് ICC സസ്പെൻഡ് ചെയ്തത്? നമ്മൾ ന്യൂസിലൂടെയൊക്കെ അറിഞ്ഞ കാര്യമാണ്. ശ്രീലങ്കയുടെയാണ് 2023 നവംബറിൽ ക്രിക്കറ്റ് ബോർഡിൻ്റെ അംഗത്വം ICC സസ്പെൻഡ് ചെയ്ത്. 2023 നവംബറിൽ ഒഡീഷ തീരത്തെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മിസൈലാണ് പ്രളയ്. എന്താണ്? പ്രളയ്. 2023 നവംബറിൽ ഒഡീഷ തീരത്തെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മിസൈലാണ് പ്രളയ്. ഓൺലൈനിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും ചൂഷണങ്ങളും തടയുവാൻ മെറ്റയും ഗൂഗിളും കൈകോർക്കുന്ന പദ്ധതിയാണ് ലാൻറ്റൺ. ഓൺലൈനിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും ചൂഷണങ്ങളും തടയുവാൻ ഗൂഗിളും മെറ്റയും കൈകോർക്കുന്ന പദ്ധതിയാണ് ലാൻറ്റൺ. 2023 ഉത്തരവാദിത്ത ടൂറിസം ഗ്ലോബൽ പുരസ്കാരത്തിന് അർഹമായ സംസ്ഥാനം കേരളം. 2023 ഉത്തരവാദിത്ത ടൂറിസം ഗ്ലോബൽ പുരസ്കാരത്തിന് അർഹമായ സംസ്ഥാനമാണ് കേരളം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗ് പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. ലോകത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ഡൽഹി. വിവാദമായതിനെ തുടർന്ന് പിൻവലിച്ച നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥ ആരുടേതായിരുന്നു? ഡോക്ടർ എസ് സോമനാഥ്. ISRO ചെയർമാനായ ഡോക്ടർ എസ് സോമനാഥിൻ്റെ ആത്മകഥയായിരുന്നു നിലാവ് കുടിച്ച സിംഹങ്ങൾ. ഡോക്ടർ എസ് സോമനാഥിൻ്റെ
ആത്മകഥ, അത് പിൻവലിക്കപ്പെട്ടു. പൂർണ്ണമായും ഇലക്ട്രോണിക് മാർഗത്തിലൂടെ ഓഫീസ് ഭരണം നിർവഹിക്കുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കാർഷിക സർവകലാശാല. IIT മദ്രാസ് സ്ഥാപിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് സാൻസിബാറിലാണ്. ടാൻസാനിയയിലെ സാൻസിബാറിലാണ് IIT മദ്രാസ് സ്ഥാപിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവമായ സമ്മാക്ക സർലമ്മ ജാത്ര ആഘോഷിക്കുന്ന സംസ്ഥാനം തെലങ്കാനയാണ്. കേരളത്തിലെ ഒന്നാമത്തെ ബാങ്കായി കേരള ബാങ്ക് മാറുകയെന്ന ലക്ഷ്യം അതിവേഗം കൈവരിക്കുന്നതിന് 7 മേഖലകളുടെ വളർച്ച ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് മിഷൻ റെയിൻബോ 2024. കേരളത്തിലെ ഒന്നാമത്തെ ബാങ്കായി കേരള ബാങ്ക് മാറുകയെന്ന ലക്ഷ്യം അതിവേഗം കൈവരിക്കുന്നതിന് 7 മേഖലകളുടെ വളർച്ച ലക്ഷ്യമാക്കുന്ന പദ്ധതിയാണ് മിഷൻ റെയിൻബോ 2024. തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൈക്രോ സൈറ്റുകൾ രൂപീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൈക്രോ സൈറ്റുകൾ രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളം. മലപ്പുറം ജില്ലയിൽ നടന്ന കുടുംബശ്രീ ബഡ്സ് കലോത്സവമാണ് ശലഭങ്ങൾ 2023. കേരളീയത്തിൻ്റെ ഭാഗമായി വിവിധ ആദിവാസി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി കേരള ഫോക്ലോർ അക്കാദമി തയ്യാറാക്കിയ ലിവിംഗ് മ്യൂസിയത്തിൻ്റെ പേര് ആദിമം. കേരളത്തിൻ്റെ ഭാഗമായി വിവിധ ആദിവാസി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി കേരള ഫോക്ലോർ അക്കാദമി തയ്യാറാക്കിയ ലിവിംഗ് മ്യൂസിയത്തിൻ്റെ പേരാണ് ആദിമം. ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ടൈം ഔട്ടായി പുറത്തായ ക്രിക്കറ്റ് താരമാണ് ശ്രീലങ്കയുടെ ആഞ്ചലോ മാത്യൂസ്. ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിലാണ് ടൈം ഔട്ടായി പുറത്തായത്. അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരാൾ ഔട്ടായി കഴിഞ്ഞാൽ അടുത്ത മെമ്പർ തയ്യാറായി ക്രീസിൽ ബാറ്റ് ചെയ്യാനായി എത്തണം. അതിനെയാണ് ടൈം ഔട്ട് എന്ന് പറയുന്നത്. അതിന് എത്തിയില്ലെങ്കിൽ ടൈം ഔട്ടാവും. 2023 വനസംരക്ഷണ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്നത് 2023 ഡിസംബർ 1 മുതലാണ്. അടുത്തിടെ പുറത്തു വന്ന ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം വരുന്ന 30 വർഷത്തിനുള്ളിൽ ഊർജ്ജത്തിന് ഏറ്റവും അധികം ആവശ്യമുള്ള ലോകരാജ്യമായി മാറുന്ന രാജ്യമാണ് ഇന്ത്യ. പ്രൈമറി സ്കൂൾ തലത്തിൽ എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി വിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാല്യം അമൂല്യം. പ്രൈമറി സ്കൂൾ തലത്തിൽ എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാല്യം അമൂല്യം. ഇലോൺ മസ്ക് അവതരിപ്പിച്ച പുതിയ AI ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക്. ഇലോൺ മസ്ക് അവതരിപ്പിച്ച പുതിയ AI ചാറ്റ് ബോട്ട് ഗ്രോക്ക് ഡോക്ടർ MS സ്വാമിനാഥൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന നെല്ല് ഗവേഷണ കേന്ദ്രം മങ്കൊമ്പിലെ നെല്ല് ഗവേഷണ കേന്ദ്രം, ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പിലെ നെല്ല് ഗവേഷണ കേന്ദ്രമാണ് ഡോക്ടർ MS സ്വാമിനാഥൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന നെല്ല് ഗവേഷണ കേന്ദ്രം. ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസ് മെഡൽ നിലയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. കേരളം 5ാമതും. അടുത്ത ദേശീയ ഗെയിംസ് നടത്തുന്നത് ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ 37ാമത് ദേശീയ ഗെയിംസ് നടന്നത് 37ാമത് ദേശീയ ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. കേരളം 5ാമത്. അടുത്ത ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിലാണ്. 37ാമത്തെ ദേശീയ ഗെയിംസ് നടന്ന എവിടെയാണ്? ഗോവയിലാണ്. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൈവ കാർഷിക മിഷൻ രൂപീകരിച്ചത് കേരള കാർഷിക വകുപ്പാണ്. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ സ്കൂളുകളുടെ നവീകരണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM ശ്രീ. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ സ്കൂളുകളുടെ നവീകരണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി PM ശ്രീ. അഭിലാഷ് ടോമിക്ക് ശേഷം 2023 ഓഷ്യൻ ഗ്ലോബൽ റേസിൽ പങ്കെടുക്കുന്ന മലയാളിയാണ് ധന്യ പൈലോ. അഭിലാഷ് ടോമിക്ക് ശേഷം 2023 ഓഷ്യൻ ഗ്ലോബൽ റേസിൽ പങ്കെടുക്കുന്ന മലയാളി ധന്യ പൈലോ. 2035 സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ. കോവിഡ് പശ്ചാത്തലത്തിൽ സൂക്ഷ്മാണു ഗവേഷണം വിപുലമാക്കാൻ സൂക്ഷ്മാണു പഠനത്തിനായുള്ള മൈക്രോബയോം സെൻറ്റർ സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം കിൻഫ്ര പാർക്ക്. 2023 ഡിസംബർ 31 വിവരാവകാശ നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സംരംഭമാണ് കുടുംബശ്രീ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ദളിത് വിഭാഗത്തിൽ നിന്നും ഈ പദവിയിൽ എത്തുന്ന ആദ്യ വ്യക്തിയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ഹീരാലാൽ സമരിയ. എത്രാമത്തെ സെഞ്ചുറി നേടിയതോടെയാണ് വിരാട് കോഹ്ലി സച്ചിൻ ടെണ്ടുൽക്കറുടെ ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറി എന്ന റെക്കോർഡിനൊപ്പം എത്തിയത്? 49. അതിനെ മറികടന്നു. അടുത്തിടെ പ്രകാശനം ചെയ്യപ്പെട്ട വാമൻ വൃക്ഷകല എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് PS ശ്രീധരൻ പിള്ള. ഗോവ ഗവർണറായ PS ശ്രീധരൻ പിള്ളയുടെ 200ാമത്തെ പുസ്തകമാണ് ഇത്, വാമൻ വൃക്ഷകല. 2023 ഏഷ്യൻ വനിതാ ഹോക്കി ചാമ്പ്യൻസ് ജേതാക്കൾ ഇന്ത്യ.
കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ പ്രവണതയും തടയാൻ ആത്മഹത്യ പ്രതിരോധ പദ്ധതിയായ സൗഹൃദ സമേതം പദ്ധതി ആരംഭിച്ച ജില്ലയാണ് തൃശ്ശൂർ. കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ പ്രവണതയും തടയാൻ ആത്മഹത്യ പ്രതിരോധ പദ്ധതിയായ സൗഹൃദ സമേതം പദ്ധതി ആരംഭിച്ച ജില്ല തൃശ്ശൂർ. 2023 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജയാണ് നന്ദിനി ദാസ്. തോന്നയ്ക്കൽ ബയോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയുടെയും നേതൃത്വത്തിൽ ഏത് വൈറസിനെതിരെയാണ് മൊണോക്ലോണൽ ആൻറ്റിബോഡി വികസിപ്പിക്കുന്നത്? നിപ്പ വൈറസിനെതിരെയാണ് തോന്നയ്ക്കൽ ബയോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയുടെയും നേതൃത്വത്തിൽ മോണോക്ലോണൽ ആൻറ്റിബോഡി വികസിപ്പിക്കുന്നത്. 2023 നവംബറിൽ ഭൂകമ്പം ഉണ്ടായ ഇന്ത്യയുടെ അയൽരാജ്യം നേപ്പാൾ. 2022 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനിലുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനാണ്. 2023 നവംബറിൽ വടക്കു പടിഞ്ഞാറൻ യൂറോപ്പിൽ വീശിയ കൊടുങ്കാറ്റാണ് സിയറാൻ. 2024 മുതൽ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന പ്രമുഖ അമേരിക്കൻ വാഹന കമ്പനിയാണ് ടെസ്ല. ഡോൾഫിനുകളുടെ സംരക്ഷണത്തിനും സമുദ്ര പരിസ്ഥിതിയെ ശക്തിപ്പെടുത്തുന്നതിനുമായി തമിഴ്നാട് സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് ഡോൾഫിൻ. ഡോൾഫിനുകളുടെ സംരക്ഷണത്തിനും സമുദ്ര പരിസ്ഥിതിയെ ശക്തിപ്പെടുത്തുന്നതിനുമായി തമിഴ്നാട് സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി പ്രോജക്റ്റ് ഡോൾഫിൻ. ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി കോയമ്പത്തൂർ. 2023 നവംബറിൽ പ്രസിദ്ധീകരിച്ച രമേശ് ചെന്നിത്തല അറിഞ്ഞതും അറിയാത്തതും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് CP രാജശേഖരനാണ്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ ജീവചരിത്ര ഗ്രന്ഥമാണ് അറിഞ്ഞതും അറിയാത്തതും രമേശ് ചെന്നിത്തല എന്നുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. 2023 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വായുമലിനീകരണം രൂക്ഷമായതിനെ തുടർന്ന് കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന ഇന്ത്യൻ നഗരമാണ് ഡൽഹി. 2023 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദിയായത് തിരുവനന്തപുരമാണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ് ആദ്യമായി സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ആഗോള സുനാമി ബോധവൽക്കരണ ദിനം നവംബർ 5. സ്ഥാനാർബുദം തടയുന്നതിനുള്ള പ്രതിരോധ മരുന്നായ അനാസ്ട്രസോൾ ഗുളിക ഉപയോഗിക്കാൻ അനുമതി നൽകിയ രാജ്യമാണ് ബ്രിട്ടൻ. സ്ഥാനാർബുദം തടയുന്നതിനുള്ള പ്രതിരോധ മരുന്നായ അനാസ്ട്രസോൾ ഗുളിക ഉപയോഗിക്കാൻ അനുമതി നൽകിയ രാജ്യം ബ്രിട്ടൻ. 2023 ലോക ക്ലബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വേദി ബാംഗ്ലൂരാണ്. 2023 നവംബറിൽ പുറത്തിറങ്ങുന്ന ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ എന്ന ആത്മകഥ MM ലോറൻസിൻ്റെതാണ്. ഓർമ്മച്ചെക്ക് തുറക്കുമ്പോൾ ആരുടേതാണ് ആത്മകഥ? MM ലോറൻസ്. അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളുകളിലെ സാമൂഹ്യശാസ്ത്ര വിഷയത്തിൽ പോക്സോ നിയമത്തിൻ്റെ ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്തുന്ന സംസ്ഥാനമാണ് കേരളം. 2023 നവംബറിൽ ആരാധനാലയങ്ങളിൽ അസ്തമയത്ത് വെടിക്കെട്ട് പാടില്ലെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. 6ാമത് ലോക ദുരന്ത നിവാരണ ഉച്ചകോടിയുടെ വേദിയാണ് ഉത്തരാഖണ്ഡ്. 6ാമത് ലോക ദുരന്ത നിവാരണ ഉച്ചകോടിയുടെ വേദി ഉത്തരാഖണ്ഡ്. കേരളത്തിൻ്റെ ഭാഗമായി 67ാമത് കേരളപ്പിറവി ദിനത്തിൽ എത്ര ഭാഷകൾ ആളുകൾ വീഡിയോ സന്ദേശത്തിലൂടെ ആശംസകൾ നേർന്നതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്? 67 ഭാഷകൾ. ഇന്ത്യയിലെ സ്കൂളുകളുടെ നവീകരണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ. എന്താണ് ആ പദ്ധതിയുടെ പേര്? പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ. 2025 ഏഷ്യൻ അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പ് വേദിയാണ് ബംഗ്ലാദേശ്. വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് ഉജ്ജ്വല ബാല്യ പുരസ്കാരം. വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന പുരസ്കാരം ഉജ്ജ്വല ബാല്യ പുരസ്കാരം. സാഹിത്യരംഗ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം 2023 ലഭിച്ച ഭാഷാ ചരിത്ര പണ്ഡിതനും നിരൂപകനുമായ വ്യക്തിയാണ് ഡോക്ടർ SK വസന്തൻ. അപ്പോൾ നമുക്കറിയാം, സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2023 ഈ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ SK വസന്തനാണ്. അദ്ദേഹം 2023 അദ്ദേഹത്തിനാണ് ലഭിച്ചത്. അദ്ദേഹം ഭാഷാ ചരിത്ര പണ്ഡിതനും നിരൂപകനും ആണ്. കേരള ഗവൺമെൻറ് നൽകുന്ന പരമോന്നത പുരസ്കാരമായ 2023 കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിലെ 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്
ടി പത്മനാഭനാണ്. അതായത് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണല്ലോ കേരള ജ്യോതി പുരസ്കാരം എന്ന് പറയുന്നത്. ഈ 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭന് സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ്. 2023 കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചവർ ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. സാമൂഹ്യ സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്ക് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത്. കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സൂര്യ കൃഷ്ണമൂർത്തിക്കും കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചു. 2023 കേരളശ്രീ പുരസ്കാരങ്ങൾ ലഭിച്ചത് പുനലൂർ സോമരാജൻ. സാമൂഹ്യ സേവന മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് പുനലൂർ സോമരാജന് സാമൂഹ്യ സേവന മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരളശ്രീ പുരസ്കാരം ലഭിച്ചു. ഡോക്ടർ PP ഗംഗാധരന് ആരോഗ്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കും രവി DC വ്യവസായ വാണിജ്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കും. അപ്പോൾ പത്മശ്രീ, പത്മഭൂഷൺ അതുപോലെ കേരള സർക്കാർ നടപ്പിലാക്കിയ പരമോന്നത പുരസ്കാരങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. കേരള ജ്യോതിയും അതേപോലെ തന്നെ കേരള പ്രഭയും കേരളശ്രീയും. അപ്പോൾ കേരള ഗവൺമെൻറ് നൽകുന്ന പരമോന്നത പുരസ്കാരമായ 2023 കേരള പുരസ്കാരങ്ങളിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ് സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക്. അതുപോലെ തന്നെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ്. സൂര്യ കൃഷ്ണമൂർത്തി കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക്, ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്ക് സാമൂഹ്യ സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് പുനലൂർ സോമരാജനും ഡോക്ടർ VP ഗംഗാധരനും രവി DC KM ചന്ദ്രശേഖരനും അതേപോലെ തന്നെ രമേശ് നാരായണനും സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കും രമേശ് നാരായണന് കലാമേഖല അഥവാ സംഗീതത്തിലെ സമഗ്ര സംഭാവനയ്ക്കും കേരളശ്രീ പുരസ്കാരം ലഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് കോഴിക്കോടിനെയാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലോകത്താദ്യം നേടിയത് 2004 സ്കോട്ട്ലൻഡിലെ എഡിൻബറോ ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കണം. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലോകത്താദ്യം നേടിയത് 2004 സ്കോട്ട്ലൻഡിലെ എഡിൻബറോയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സാഹിത്യ നഗരമായി കേരളത്തിലെ കോഴിക്കോടിനെയാണ് യുനെസ്കോ തിരഞ്ഞെടുത്തത്. സംഗീത നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് മധ്യപ്രദേശിലെ ഗ്വാളിയോറിനെയാണ്. അമേരിക്കൻ കമ്പനിയായ ഹാർപ്പർ കോളിൻസ് നിഘണ്ടു 2023 ഇക്കൊല്ലത്തെ വാക്കായി തിരഞ്ഞെടുത്തത് AI ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അമേരിക്കൻ കമ്പനിയായ ഹാർപ്പർ കോളിൻസ് നിഘണ്ടു 2023 വർഷത്തെ വാക്കായി തിരഞ്ഞെടുത്തത്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ പ്രതിമ സ്ഥാപിച്ച സ്റ്റേഡിയമാണ് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം. അതിവേഗം വളരുന്ന AI സാങ്കേതികവിദ്യയുടെ അനന്തരഫലങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ടാക്കിയ ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ബ്ലെഷ്ലി പ്രഖ്യാപനം. ബ്ലെഷ്ലി പ്രഖ്യാപനമാണ് അതിവേഗം വളരുന്ന AI സാങ്കേതികവിദ്യയുടെ അനന്തരഫലങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ടാക്കിയ ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടി. ബ്രിട്ടനിലെ ബ്ലെഷ്ലി പാർക്കിലാണ് AI സുരക്ഷാ ഉച്ചകോടി നടന്നത്. ബ്ലെഷ്ലി പ്രഖ്യാപനം എന്നാണ് ഇത് അറിയപ്പെടുക. ശ്രീനാരായണ ഗുരുവിൻ്റെ കണ്ണാടി പ്രതിഷ്ഠാ ശില്പം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്തെ കനകക്കുന്നിലാണ്. ശില്പി ഉണ്ണി കാനായിയാണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ 2ാമത്തെ കളക്ടറേറ്റാണ് തിരുവനന്തപുരം. ആദ്യത്തെ കളക്ടറേറ്റ് കോട്ടയമായിരുന്നു. 2023 ഒക്ടോബറിൽ ലോക മനുഷ്യാവകാശ സംരക്ഷണ കമ്മീഷൻ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് IM വിജയൻ. ലോക മനുഷ്യാവകാശ സംരക്ഷണ കമ്മീഷൻ ഡോക്ടറേറ്റ് നൽകി IM വിജയനെ 2023 ഒക്ടോബറിൽ ആദരിച്ചു. 2023 ഭരണഭാഷാ പുരസ്കാരത്തിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാല കേരള സർവകലാശാലയാണ്. 2023 ഒക്ടോബറിൽ ഓട്ടിസ് ചുഴലിക്കാറ്റ് വീശിയ രാജ്യമാണ് മെക്സിക്കോ. ഇന്ത്യയിലെ എല്ലാ ഡോക്ടർമാർക്കും ഏകീകൃത തിരിച്ചറിയൽ നമ്പർ നൽകുന്നതിനായി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോമാണ് വൺ നേഷൻ വൺ രജിസ്ട്രേഷൻ. ഇന്ത്യയിലെ എല്ലാ ഡോക്ടർമാർക്കും ഏകീകൃത തിരിച്ചറിയൽ നമ്പർ നൽകുന്നതിനായി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോം വൺ നേഷൻ വൺ രജിസ്ട്രേഷൻ. 2034 ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം സൗദി അറേബ്യ. 2026 ലോകകപ്പ് നടക്കുന്നത് 3 രാജ്യങ്ങളിലായിട്ടാണ്. അമേരിക്ക, കാനഡ ആൻഡ് മെക്സിക്കോ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമാണ് 2026 ലോക ഫുട്ബോൾ
കപ്പ് നടക്കുന്നത്. 2030 ലോക ഫുട്ബോൾ കപ്പ് നടക്കുന്നത് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളായ പോർച്ചുഗൽ, സ്പെയിൻ എന്നിവിടങ്ങളിലുമാണ്. 2023 നവംബറിൽ ഇന്ത്യയുമായി ബഹിരാകാശ ഗവേഷണ കരാർ ഒപ്പിട്ട രാജ്യം മൗറീഷ്യസ് ആണ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി CBI നടത്തുന്ന പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ചക്ര 2. ഓപ്പറേഷൻ ചക്ര 2 എന്ന് പറയുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി CBI നടത്തുന്ന പരിശോധന. അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിരുന്ന യുദ്ധവിമാനമാണ് MiG-21. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രീൻ ട്രാൻസ്പോർട്ട് സംരംഭത്തിനുള്ള അവാർഡ് ലഭിച്ച വാട്ടർ മെട്രോയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രീൻ ട്രാൻസ്പോർട്ട് സംരംഭത്തിനുള്ള അവാർഡ് ലഭിച്ച വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ. 2023 നവംബർ 10 മുതൽ 2024 നവംബർ 10 വരെ ഇന്ത്യക്കാർക്ക് വിസ രഹിത പ്രവേശനം അനുവദിച്ച രാജ്യമാണ് തായ്ലൻഡ്. ഇന്ത്യയിൽ ആദ്യമായി ഗ്രഫീൻ നയം നടപ്പിലാക്കാൻ പോകുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ആരംഭിക്കുന്ന ഗ്രഫീൻ ഉൽപ്പാദന കേന്ദ്രത്തിൻ്റെ നിർവഹണ ഏജൻസിയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല. അത് ഷൊർണൂരാണ് ഗ്രഫീൻ്റെ ഉൽപ്പാദന കേന്ദ്രം നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഗ്രഫീൻ നയം നടപ്പിലാക്കാൻ പോകുന്നത് കേരളമാണ്. കേരളത്തിൽ ആരംഭിക്കുന്ന ഗ്രഫീൻ ഉൽപ്പാദന കേന്ദ്രത്തിൻ്റെ നിർവഹണ ഏജൻസിയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല. മത്സ്യത്തൊഴിലാളികളെ ബ്ലേഡ് മാഫിയയുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാൻ സഹകരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് സ്നേഹതീരം. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2023 വേദിയാകുന്ന നഗരം ഡൽഹി. ഗോവയിൽ വെച്ച് നടക്കുന്ന 37ാമത് ദേശീയ ഗെയിംസ് കേരളത്തിൻ്റെ പതാക വഹിച്ച കായിക താരമാണ് സജ്ജൻ പ്രകാശ്. അപ്പോൾ നീന്തൽ താരം സജ്ജൻ പ്രകാശാണ് ഗോവയിൽ വെച്ച് നടക്കുന്ന 37ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ പതാക വഹിച്ച കായിക താരം. കേരള സർക്കാരിൻ്റെ സിനിമ ഓൺലൈൻ ബുക്കിംഗ് ആപ്പാണ് എൻ്റെ ഷോ. കേരള സർക്കാരിൻ്റെ സിനിമ ഓൺലൈൻ ബുക്കിംഗ് ആപ്പാണ് എൻ്റെ ഷോ. 2023 നവംബർ 10 മുതൽ 2024 നവംബർ 10 വരെ നമ്മൾ മനസ്സിലാക്കിയതാണ്. തായ്ലൻഡിലാണ് വിസരഹിത പ്രവേശനം അനുവദിച്ച രാജ്യം. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ ചെറിയ ലോലമായ രൂപത്തിലുള്ള കൂണാണ് തേൻ മഞ്ഞത്തൊപ്പി. ഹണി യെല്ലോ ക്യാപ്പാണ് പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ ചെറിയ ലോലമായ രൂപത്തിലുള്ള കൂൺ. ഇന്ത്യയിലെ 54ാമത് ടൈഗർ റിസർവാണ് മധ്യപ്രദേശിലെ വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ്. മധ്യപ്രദേശിലെ വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവാണ് ഇന്ത്യയിലെ 54ാമത്തെ ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്ഥാപിച്ചത് പഞ്ചാബിലെ അമൃതസറിലാണ്. അട്ടാരി വാഗ അതിർത്തിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്ഥാപിച്ചത്. പഠനം മുടങ്ങിപ്പോയ വിദ്യാർത്ഥികളെ കണ്ടെത്തി വിജയിപ്പിക്കാൻ യുണിസെഫിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹോപ്പ്. പഠനം മുടങ്ങിപ്പോയ വിദ്യാർത്ഥികളെ കണ്ടെത്തി വിജയിപ്പിക്കാൻ യുണിസെഫിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഹോപ്പ്. അറബ് ലീഗ് ഉച്ചകോടി 2003 വേദി സൗദി അറേബ്യയിലെ റിയാദാണ്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സീറ്റ് വനിതകൾക്കായി സംവരണം ചെയ്യുന്ന ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് ഒരു നിയമമായി മാറി. ഈ നിയമത്തിൻ്റെ പേരാണ് നാരീശക്തി വന്ദൻ അധിനിയം. നാരീശക്തി വന്ദൻ അധിനിയം എന്നാണ്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സീറ്റ് വനിതകൾക്കായി സംവരണം ചെയ്യുന്ന ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെ നിയമമായി. അതിൻ്റെ പേരാണ് ഇത് നാരീശക്തി വന്ദൻ അധിനിയം. അങ്കണവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. അങ്കണവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ നവംബർ 2023 നടന്ന കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. എല്ലാവരും PSC വിന്നർ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും വളരെയധികം നന്ദി. ഹായ്, എല്ലാവർക്കും PSC വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മാർച്ച് 2023
കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തുടർച്ചയായ ഭൂചലനത്തെ തുടർന്ന് 2023 നവംബറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഐസ്ലാൻഡ്.